വെന്ത മുളക് അരച്ച ചമ്മന്തിയും കൂട്ടി ഈ വെള്ളപ്പണിയാരം കഴിച്ചിട്ടുണ്ടോ? ഒരു ഗംഭീര കോംബോ ആണ് കേട്ടോ. ഇതുവരെ കഴിച്ചിട്ടില്ലെങ്കിൽ നാളെ തന്നെ ഉണ്ടാക്കിക്കോളൂ, ഒട്ടും വൈകിക്കേണ്ട. ഇതൊരു സ്പെഷ്യൽ ചമ്മന്തിയാണ്. ഇത് എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടാവാൻ ചാൻസ് കുറവാണ്. എന്നാൽ ഇത് ഉണ്ടാക്കിയിട്ടുള്ളവരും കഴിക്കാറുള്ളവരും ഇതെങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളതെന്നും ഇതിൻ്റെ പേരെന്താണെന്നും കൂടി കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അതിനു വേണ്ടി ഒരു പറ അരി, ഒരു പറ അരിയല്ല കേട്ടോ, ഒരു ഗ്ലാസ് അരി, അതിൻ്റെ മോൾ ഭാഗം തട്ടി കൊടുത്തിട്ട് ആ വരുന്ന ഗ്യാപ്പിൽ ഇതുപോലെ ഉഴുന്നിട്ട് കൊടുക്കുക. ഇത്രയേ ഉഴുന്ന ആവശ്യമുള്ളൂ കേട്ടോ. ഏത് ഗ്ലാസ്സാണോ എടുക്കുന്നത് അതിൽ ഇതുപോലെ ചെയ്തോളൂ. ഇനി അത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് നന്നായി കഴുകി നമുക്കിത് കുതിരാൻ വേണ്ടി വെക്കണം. അപ്പം ഞാനിത് രാവിലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പം ഞാൻ രാത്രി കിടക്കാൻ പോകുമ്പോൾ തന്നെ ഇതിനെ കഴുകി വെള്ളത്തിൽ കുതിരാനിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ഞാനിത് എടുക്കുമ്പോൾ അത് കുതിർന്ന് നല്ല പാകമായിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് അരച്ചെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് നല്ല മിനുസായിട്ട് അരച്ചെടുക്കണം കേട്ടോ. തൈര് പാടില്ല. അപ്പോൾ നന്നായി നൈസായിട്ട് ഇതാണ്ടോ, തൈര് ഒന്നുമില്ല, അത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തി കൊടുക്കണം. പിന്നെ ഒരു നുള്ള് ബേക്കിംഗ് സോഡയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കണത്. ഇപ്പം ഞാൻ ഉപ്പും ബേക്കിംഗ് സോഡയും ചേർത്തി ഇളക്കി വെക്കും. എന്നിട്ട് നമ്മുടെ ചമ്മന്തി ഉണ്ടാക്കണ സമയം അത്ര ഒരു 10 മിനിറ്റ്, ആ 10 മിനിറ്റിൽ അത്രയും ബേക്കിംഗ് സോഡ ഇട്ടിട്ട് അവിടെ വെച്ചോളൂ കേട്ടോ. അപ്പോൾ ഒരു നുള്ളു മതി. അപ്പോൾ അതിട്ടിട്ട് ഞാൻ ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചമ്മന്തിക്ക് വേണ്ടിയിട്ടുള്ളത് നോക്കാം. ചമ്മന്തി ഒരു സ്പെഷ്യൽ ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ അതെന്തായാലും ചെയ്ത് നോക്കണേ. അപ്പോൾ അതിന് വേണ്ടി ഒരു 10-15 ചെറിയ ഉള്ളി, ഒരു 4-5 വറമുളക്, പിന്നെ ഒരു വലിയ തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ചീഞ്ചട്ടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് തിളയ്ക്കുമ്പോൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളിയും തക്കാളിയും വറ്റൽമുളകും കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 2 വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളുത്തുള്ളി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്തിക്കോളൂ, പക്ഷേ 2 മതി, അത്ര മണമാണ് അതിന് നല്ലത്. ഈ ചമ്മന്തിക്ക് വളരെ കുറച്ച് എണ്ണ മതി കേട്ടോ. നമുക്കിനി കുറച്ചുകൂടെ പണിയുണ്ട്. ഇങ്ങനെ വേവിച്ച് അരച്ച് അങ്ങനെ തന്നെ കഴിക്കുകയല്ല കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൽ വെള്ളം ചെറുതായിട്ടൊന്ന് വറ്റിയതിന് ശേഷം നമുക്കത് ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ വേവ് പാകമായിട്ടുണ്ടാവും. ഇപ്പോൾ ഇത് ആവശ്യത്തിന് വെള്ളം ഒന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട്. ഞാനിത് ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ. ഇനി ഇത് ചൂടാറിയിട്ട് നമുക്ക് അരച്ചെടുക്കണം. ഇപ്പോൾ ചൂട് കുറഞ്ഞിട്ടുണ്ട്. ഞാനത് മിക്സിയിലേക്ക് മാറ്റി ജാറിലേക്ക്. പക്ഷേ നല്ലോണം ചൂടാറിയ ശേഷം അരയ്ക്കുള്ളൂ കേട്ടോ. ചൂടോടെ അരച്ച് അതിൻ്റെ ടേസ്റ്റ് ചേഞ്ച് ആവും. അപ്പോൾ ഞാനിതിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി വെച്ചു എന്നേ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ അരച്ചിട്ടുണ്ട്, നന്നായി അരഞ്ഞിട്ടില്ല അത്. ഇപ്പോഴാണ് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തി കൊടുക്കുക കേട്ടോ. നിങ്ങൾ വിചാരിച്ചില്ലേ ഞാൻ ഉപ്പിടാൻ മറന്നതാണോന്ന്? മറന്നതല്ല കേട്ടോ. ഇപ്പോൾ ഉപ്പ് ചേർത്തിട്ട് ഇത് നന്നായിട്ട് നല്ല ഫൈനായിട്ട് അരയ്ക്കണം, ഒട്ടും തരിയില്ലാതെ അരയ്ക്കണം. ഇനി ഇതിലേക്ക് വറുത്തിടാൻ കുറച്ച് ജീരകം, കടുക്, ഉഴുന്നുപരിപ്പ്, കറിവേപ്പില. ഇത് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. 2 ചെറിയ സ്പൂൺ കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഈ കടുകും കറിവേപ്പിലയും ഉഴുന്നുപരിപ്പും ജീരകവും കൂടിയിട്ട് അതിൽ ഇട്ട് പൊട്ടുമ്പോൾ നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കണം നമ്മുടെ അരച്ചതില്ലേ ചമ്മന്തി, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. കളറ് നോക്കൂ, അതിൻ്റെ എന്ത് രസമാണല്ലേ കാണാൻ. അപ്പോൾ നിങ്ങളാരെങ്കിലും ഈ ചമ്മന്തി ഇതുപോലെ ഉണ്ടാക്കാറുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ പേരെന്താണെന്ന് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം, മറക്കരുത് കേട്ടോ. ഈ ചമ്മന്തി അത്രയും നല്ല ചമ്മന്തിയാണ്. ഞാൻ വിചാരിച്ചു ഈ വീഡിയോയിൽ എല്ലാവരും കാണുമ്പോൾ ഈ ചമ്മന്തി എല്ലാവരും ഉണ്ടാക്കി നോക്കണമെന്ന്. നല്ല ഈസിയുമാണ്, നല്ല ടേസ്റ്റുമാണ് അത്. ഇപ്പോൾ നോക്കൂ, ധൈര്യന്നൊക്കെ വിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചമ്മന്തി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഗ്യാസിൽ നിന്ന് ഇറക്കി വെച്ചു കേട്ടോ. ഇനി നമുക്ക് നമ്മളുടെ മാവെടുത്ത് നോക്കാം എന്തായിന്ന്. നമുക്ക് ഉണ്ണിയപ്പച്ചട്ടിയിൽ ഉണ്ടാക്കണ പണിയാരല്ല കേട്ടോ ഇത്. നമുക്ക് നമ്മുടെ ചമ്മന്തി ഇപ്പോൾ റെഡിയായി. ഇതാ മാവൊക്കെ നല്ല സെറ്റായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എണ്ണ ആദ്യമേ ചൂടാക്കാൻ വെച്ചിരുന്നു പണിയാരം ഉണ്ടാക്കാൻ. അപ്പോൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഓരോ കയ്യിൽ മാവ് അതുപോലെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇത് പൂരി പോലെ തന്നെ പൊള്ളം ആയിട്ട് മോളിക്ക് പൊങ്ങി വരും. അപ്പോൾ ആ എണ്ണ നല്ല ചൂടുണ്ടായിരിക്കണം, അപ്പോഴേ ഇങ്ങനെ മോളിക്ക് പൊങ്ങി വരുള്ളൂ. അതല്ലെങ്കിൽ താഴെ പോയിട്ട് ഒട്ടിപ്പിടിക്കും. അപ്പോൾ എണ്ണ നന്നായി ചൂടായതിന് ശേഷം വേണം ഇതുപോലെ ഒഴിക്കാൻ കേട്ടോ. അപ്പോൾ അതിങ്ങനെ പൊള്ളം പോലെ വരും. ഇതാണ് നമ്മുടെ വെള്ളപ്പണിയാരം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പണിയാരം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഈ മാവിൻ്റെ ആദ്യം തൊട്ട് കഴിയണ വരെയുള്ളതും ഇതേപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഒട്ടിപ്പിടിക്കുക അല്ലെങ്കിൽ പൊട്ടിപ്പോവുക ഒന്നുമില്ല, വളരെ ഈസിയായിട്ട്. നമ്മൾ പൂരിയൊക്കെ ഉണ്ടാക്കില്ലേ അതേമാതിരി തന്നെയാണ്. നമ്മൾ ഈ മാവ് കോരി ഒഴിക്കുമ്പോൾ അത് ഇങ്ങനെ ഒന്നുമില്ല. ഇതേമാതിരി തന്നെ നമുക്ക് ആദ്യം തൊട്ടിട്ട് അവസാനം വരെയുള്ള മാവ് ഇതേപോലെ സുഖമായിട്ട് നീറ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണം. പൂരിയൊക്കെ പോലെ തന്നെയാണ്, പക്ഷേ അകത്ത് ഭയങ്കര സോഫ്റ്റാണ്. ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ ആകെ എങ്ങനെ ഇരിക്കണതെന്ന്. ഭയങ്കര സോഫ്റ്റാണ്, പുറത്ത് ക്രിസ്പിയാണ്, ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. പക്ഷെ നമ്മുടെ ഈ സ്പെഷ്യൽ ചമ്മന്തി കൂട്ടിയിട്ട് തന്നെ നിങ്ങൾ കഴിച്ച് നോക്കണം കേട്ടോ. സാധാരണ ചെട്ടിനാട് കാരച്ചമ്മന്തിയില്ലേ, കാരച്ചട്ടണി കൂട്ടിയിട്ടാണ് പണിയാരം കഴിക്കുക പൊതുവെ. പക്ഷേ ഈ ചട്നി നിങ്ങൾ കഴിച്ചു നോക്കൂ, നിങ്ങൾക്ക് അപ്പം അറിയാം എത്ര ടേസ്റ്റിയാണ്. വളരെ കുറച്ച് എണ്ണയിലല്ലേ ഉണ്ടാക്കണത്. ഇത് ഞാൻ പറഞ്ഞില്ല എത്ര സോഫ്റ്റാന്ന് കണ്ടു. ഇതിങ്ങനെ നല്ല സോഫ്റ്റാണ്, പഞ്ഞി പോലെ ഇരിക്കണം അകം, പുറത്ത് നല്ല ക്രിസ്പിയുമാണ്, നല്ല രസമാണ് കഴിക്കാൻ. അപ്പോൾ ഈ പഞ്ഞി പോലത്തെ നമ്മളുടെ
വെള്ളപ്പണിയാരും നമ്മളുടെ വെന്ത മുളക് അരച്ച ചമ്മന്തി കൂട്ടിയിട്ട് ഈ സ്പെഷ്യൽ ചമ്മന്തി കൂട്ടി തന്നെ കഴിച്ചു നോക്കണം കേട്ടോ. എന്തായാലും കഴിച്ചു നോക്കൂ, നാളെ തന്നെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ, മറക്കില്ലല്ലോ. അപ്പോൾ നമുക്ക് നല്ല വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. ഇതുപോലെ നല്ല സ്പെഷ്യൽ റെസിപ്പീസൊക്കെ നിങ്ങൾക്കും അറിയുമല്ലോ, അപ്പോൾ എനിക്കൂടി ഷെയർ ചെയ്ത് തരൂ. നമുക്ക് നമ്മുടെ വീഡിയോയിൽ കൂടി അത് കാണിക്കാം. ഓക്കെ, ബൈ.